ഹായ് ഫ്രണ്ട്സ്, ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ ഏട്ടനുണ്ടല്ലോ ഇവിടെ ചെടികൾക്ക് അവൾക്ക് ഓസ് എത്താത്തത് കൊണ്ടാണ് കേട്ടോ അവിടെ ഇങ്ങനെ വെള്ളം നനച്ചുകൊണ്ട് നടക്കുന്നത്. ഓസ് ഞാൻ മുറിച്ചു, അറിയാലോ. ഒന്ന് ടെറസിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയി ഒന്നിവിടെ കേട്ടോ പിരിഞ്ഞു കൊടുക്കണം. അപ്പോൾ വെള്ളം പോവാതെ കണ്ടപ്പോൾ അല്ലെങ്കിൽ അവിടേക്കൊക്കെ ഓസ് എത്തുമായിരുന്നു. അപ്പോൾ ചേട്ടാ ഇപ്പോൾ ബക്കറ്റിലൊക്കെ പിടിച്ചുകൊണ്ടുപോയിട്ട് നനയ്ക്കാരാ പതിവ്. ഇപ്പോൾ ബക്കറ്റ് കൊണ്ടുപോയിട്ട് നനയ്ക്കലൊരു ബുദ്ധിമുട്ടായല്ലേ, അല്ലെങ്കിൽ ഓസ് ഞാൻ മുറിച്ച കാരണല്ലേ അല്ലേ ചേട്ടാ? ഇവിടുന്ന് വെള്ളം പിടിച്ച് ഇത് ചെയ്യും. നമ്മൾ ഈ കാർ ഷെഡ് വരെയൊക്കെ വെള്ളം വരും കേട്ടോ, പിന്നെയാണ് വെള്ളം കിട്ടാത്തത്, അല്ല ഓസ് കിട്ടാത്തത്. ഇതാരണിച്ചിന് ഹലോ ഇതാരണി ചുണ്ടുണ്ണി ഹലോ വെളു 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 വന്നിരിക്കും നോക്കേട്ടാ. കുറേ നാളായല്ലോ കണ്ടിട്ട്. അന്നേ ഡാ പാപ്പം കഴിച്ചാൻ പോവാം. വാടാ വാ, നാ മീൻ വാ, മീൻ കഴിച്ചാൻ വാ വാ. വാ അവിടെ ഇട്ടുണ്ട്, ഞാൻ പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. വാ വാടാ, ദാ അവിടെ കഴിച്ചോ. കുറച്ച് നാളായി ഇവനിവിടെ വന്നിട്ട് വീളു. അപ്പം കാരണം ഒരു സംശയം, പറ്റിക്കാനാണോ അല്ലേ എന്നൊക്കെ നോക്കിയിട്ട് അവൻ അപ്പോൾ പതുക്കെ ഇങ്ങോട്ട് ഇറങ്ങി. ഞാനിങ്ങോട്ട് കയറിയെന്ന് കണ്ടപ്പോൾ വെറുതെ പതുക്കെ ഒന്ന് ഇറങ്ങി, എന്നിട്ട് തന്നെ ഒന്ന് നോക്കി, എന്നിട്ട് വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയപ്പോഴേക്കും ഞാൻ അങ്ങോട്ട് ക്യാമറയും കൊണ്ട് ചെന്നപ്പോൾ ആൾക്കങ്ങ് പിടിച്ചില്ല, ഞാൻ കഴിക്കുന്നില്ല. എന്നിട്ട് അങ്ങോട്ട് തിരിഞ്ഞു പോകാനുള്ള പരിപാടിയായിരുന്നു. അപ്പം ഞാൻ വേഗം ഇങ്ങോട്ട് പോകുന്നു. എന്താ കാര്യം, പൈസ തരാതെ പോകാനോ? അത് പറ്റില്ല, ഞാൻ പറയണ പൈസക്ക് എടുക്കാൻ പറ്റുള്ളൂ. വേറെ ആൾക്കാർ വന്ന് അവര് വന്നെടുത്തോണ്ടിക്കോളും. ഞാൻ പറഞ്ഞു ഈ 10 രൂപയൊക്കെ തന്നിട്ട് ഒരു വലിയ ചാക്ക് മൊത്തം കൊണ്ട് 10 രൂപയൊക്കെ തന്നു പോയ കാര്യമുണ്ടോ? അല്ലല്ല, അത് അവിടെ ഇട്ടിട്ട് പോണ്ടി വരും. ഇതെല്ലാം എടുക്കുകയാണെങ്കിൽ എനിക്ക് 100 രൂപ തന്നേക്കോ. അതൊക്കെ വേണം. ഇത് ഇവരുടെ ഒരു സ്ഥിരം പതിവ് തന്നെയാണ് കേട്ടോ, എന്നിങ്ങനെ പറ്റിക്കില്ലേ. അപ്പോൾ എല്ലാ സാധനങ്ങളും പറക്കി കൊണ്ടുപോയിട്ട് വല്ല 10 രൂപ 20 രൂപയ്ക്ക് തരും. അപ്പം ഞാൻ പറഞ്ഞു പറ്റില്ല, എനിക്ക് 100 രൂപ തരാം, ഈ ടയർ സകല സാധനങ്ങൾ എടുക്കണമല്ലോ. അപ്പോൾ പറ്റില്ല, അതിനോട് പേശി കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം പക്ഷെ ഞാൻ കൊടുക്കും, പക്ഷേ അവളുടെ ഒത്തിരി സാമർഥ്യം കൂടുതലാണ്. തമ്പ്രാണി അതാണ് അവളുടെ പേര്. ഇന്നത്തെ സ്പെഷ്യൽ തക്കാളി ചോറ് ഉണ്ടാക്കാൻ വിചാരിച്ചു. ഇന്ന് ഏട്ടന് ഫുഡ് കൊണ്ടുവേണ്ട, അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു തക്കാളി ചോറ് അങ്ങ് ഉണ്ടാക്കാം. അപ്പോൾ ഉച്ചയായപ്പോഴത്തെ എൻ്റെ ഒരു തക്കാളി ഇട്ടു. ഇതിൽ ഞാൻ ആദ്യം ക്യാരറ്റ് കണ്ടോ, ക്യാരറ്റ് കൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു കൂട്ടിന് തക്കാളി ചോറല്ല, മുട്ട ഇടുകയില്ല, മുട്ടയും തക്കാളിക്കും കൂടെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു സംഭവം. നല്ലപോലെ വഴണ്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വെയിറ്റ് ചെയ്യണത്. നല്ലപോലെ ഇങ്ങനെ വഴണ്ടി വന്നാലാണ്. ഞാൻ ചെറിയ തീയിലാണ് വെച്ചിരിക്കണതും. സവാളയ്ക്കും ഇങ്ങനെ ഇതായി ഇതിങ്ങനെ തക്കാളി ഇങ്ങനെ റെഡിയായിട്ട് വരണേ ഉള്ളൂ. നമുക്ക് റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ഇതൊന്ന് വെന്തതിന് ശേഷം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കണത്.
ഒരു ലേശം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ്, റൈസിൽ ഉപ്പുണ്ട് എന്നാലും അതുകൊണ്ട് നല്ല ഇത്തിരി ഉപ്പ് ചേർത്തോട്ടെ. ഇത്തിരി ഉപ്പ് കിടക്കട്ടെ. ഇത്തിരി പച്ചമുളക് ഉണ്ട് എങ്കിലും ഒരു ലേശം മുളക് പൊടി വേണം. എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. എനിക്ക് എന്തെങ്കിലും എരിവൊക്കെ കുറയ്ക്കണം. സ്കിന്നൊക്കെ ഡ്രൈ ആവുന്നുണ്ട്. അത് ഇതെന്നാൽ ഇങ്ങനെ നല്ലപോലെ വഴറ്റും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചല്ല ഒരു മുട്ടയങ്ങ് ചേർക്കാം. കലക്കി ഒഴിക്കുമ്പോൾ കുറച്ചുകൂടി നല്ലതായിരിക്കും. തൊണ്ടൊന്നും വീഴാതിരിക്കും. ഇപ്പം ഭാഗ്യത്തിന് തൊണ്ട് വീണില്ല. നാടൻ മുട്ടയാണ്. ഇതോടെ കിടക്കട്ടെ. കുറച്ച് ഡ്രൈ ആവുമ്പോൾ നമുക്ക് ഇളക്കാം. ഞാൻ കുറച്ച് പോപ്കോൺ പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. പോപ്കോൺ അല്ല, സോറി, കോൺ പൊടി ചേർത്ത് ഇട്ടിട്ടുണ്ട്. തീ ഇത്തിരി കൂട്ടി വയ്ക്കണം. പക്കുടി പിടിച്ചിട്ടൊന്ന് ഇളക്കാം. ഇത് ഒത്തിരി കൂടി ഒന്ന് ഡ്രൈ ആവട്ടെ. അതാണ് അതിൻ്റെ ഒരു കണക്ക്. ഇത്തിരി ഡ്രൈ ആവട്ടെ. ഇത് ഏതാണ്ടൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് റൈസ് ചേർക്കാം. കുറച്ച് മാത്രം ചേർത്താൽ മതി. എനിക്കുള്ളത് മാത്രം മതി. ഏട്ടന് വേണ്ടല്ലോ ഇപ്പോൾ. കാരണം കുറച്ച് റൈസ്. എന്നിട്ട് അതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യണം. അല്ലോ നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്യും. അടിപൊളിയായിരിക്കും. നമുക്ക് കുറച്ച് പുതിനയില കൂടി ചേർക്കാം. പുതിനയില ഉണ്ട് ഇവിടെ. കുറച്ച് പുതിനയില, 1-2 പുതിനയില കുറച്ച് കിടന്നോട്ടെ. കുറച്ച് ഗരം മസാല കേട്ടോ. കുറച്ച് മാത്രം ചേർത്താൽ മതി. അത് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി മിക്സാക്കിയിട്ട് ചെറുതീയിൽ ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ മൂടി വയ്ക്കണം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ല സൂപ്പർ മുട്ട, തക്കാളി, കോൺ, സവാള ഇതൊക്കെ ചേർത്തിട്ടുള്ള സൂപ്പർ റൈസ് കിട്ടിയതാണ് അല്ലേ. ഇത്രയല്ല, വളരെ സിമ്പിളായിട്ട് ഒരു 5 മിനിറ്റ് നേരത്തെ കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. തക്കാളി റൈസ് അടിപൊളിയാണ്. ഇതെൻ്റെ സിമ്പിൾ ലഞ്ച്. തക്കാളി മുട്ട റൈസ്, ക്യാരറ്റ് ഉപ്പേരി, പിന്നെ സാലഡ്, കക്കിരിക്ക, സവാള, തക്കാളി. അടിപൊളി ടേസ്റ്റാവും. അപ്പോൾ ഫുഡ് കഴിക്കട്ടെ. ഫാമിലി വ്ലോഗ് സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ.